ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവാധിനായകനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. റഹ്മാനായ റബ്ബ് അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ അളവറ്റ കരുണ കൊണ്ടും അവൻ്റെ കടാക്ഷം കൊണ്ടുമാണ് ഈ ലോകം അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാ സൃഷ്ടിജാലങ്ങളും അവന് വിധേയപ്പെട്ടുകൊണ്ട് ഈ ഭൂമുഖത്ത് കഴിയുന്നത്. കഴിഞ്ഞ ഖുത്ബയിൽ അതായിരുന്നു നമ്മുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുന്ന വിശുദ്ധ ഖുർആനിലെ ഒട്ടനേകം ആയത്തുകളിൽ സവിശേഷമായ 2 വചനങ്ങൾ, 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ 34-ാമത്തെ ആയത്തും 16-ാം അധ്യായം സൂറത്തു നഹ്ലിലെ 18-ാമത്തെ ആയത്തും, ഈ 2 ആയത്തുകളിലും റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയുകയാണ്. ആകാശഭൂമികൾ, അതിൽ നിന്നും കായികനികൾ, മഴകൾ, സൂര്യചന്ദ്രന്മാർ, കടൽ, അതിൽ കൂടി പുറപ്പെടുന്ന വാഹനങ്ങൾ, അങ്ങനെ ഒട്ടനേകം അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബ് മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ. അല്ലാഹുവിനോട് നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം അവൻ നൽകിയിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് റബ്ബ്, വ ഇൻ തഅദ്ദൂ, നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കുവാൻ സാധ്യമാണോ? നിഅമത്തല്ലാഹി, ഈ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്കൊന്ന് എണ്ണിക്കണക്കാക്കുവാൻ സാധ്യമാണോ? ലാ തുഹ്സൂഹാ, ക്ലിപ്തപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എന്നിട്ട് ആ ആയത്ത് അവസാനിക്കുന്നത് ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, നിശ്ചയമായും മനുഷ്യനെന്ന് പറയുന്നവൻ ളാലിമാണ്, അക്രമിയാണ്, നന്ദികെട്ടവനാണ്, കഫാർ. എന്നിട്ട് റഹ്മാനായ റബ്ബ് മറ്റൊരു വചനത്തിൽ ചോദിക്കുകയാണ്, മനുഷ്യരുടെ ആകമാനമുള്ള ഒരു സവിശേഷതയാണ് എങ്കിലും മക്കയിലെ മുശ്രിക്കുകൾക്കാണ് ഈ ആയത്ത് സബബുൻ നുസൂലായി റഹ്മാനായ റബ്ബ് ഇറക്കിയത്. കടലിൽ അകപ്പെട്ടു പോകുന്ന മക്കയിലെ മുശ്രിക്കുകൾ തിരമാലകളുടെ മുന്നിൽ അവർ മരിക്കും എന്നുള്ള ഘട്ടമെത്തുമ്പോഴേക്കും അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കും. വിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി ആയത്തുകളിൽ സവിശേഷമായ ഈ വചനം പറയുന്നുണ്ട്. 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 67-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് ചോദിക്കുകയാണ്, വഇദാ മസ്സകുമുൽ ദുർറു ഫിൽ ബഹരി വല്ല മാ തദ്ഉഹു ഇല്ലാ ഇയ്യാ. നിങ്ങൾ കടലിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിപത്ത് വന്നാൽ കരയിൽ വെച്ചുകൊണ്ട് വിപത്തുകളെ മാറിക്കിട്ടുവാനായിട്ട് നിങ്ങൾ ആരോടൊക്കെ പ്രാർത്ഥിക്കുമോ അവരെ എല്ലാം നിങ്ങൾ കൈയൊഴിയുകയാണ്, അവർ അപ്രത്യക്ഷമായി പോകും. അള്ളാഹുവിനോട് മാത്രം തേടുന്ന ചില നിർണായകമായ ഘട്ടങ്ങൾ, മരണം മുന്നിൽ കാണുമ്പോൾ അവർ അള്ളാഹുവിനോട് മാത്രം തേടുന്ന മക്കാ മുശ്രിക്കുകളുടെ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് ഈ ആയത്തിൽ റഹ്മാനായ റബ്ബ് സൂചിപ്പിക്കുന്നത്. അള്ളാഹിനോട് അവർ പ്രാർത്ഥിക്കും, റബ്ബേ ഞങ്ങളെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തണം. കാരുണ്യവാനായ റബ്ബ് വലമ്മാ നജ്ജാകും ഇലൽ ബർരി, കരയിലേക്ക് അവരെ രക്ഷപ്പെടുത്തിയാലോ അഅറദ്തും, അവരിതാ തിരിഞ്ഞു കളയുകയാണ്. എന്നിട്ട് അല്ലാഹു ആയത്തിന്റെ അവസാനം അവരെ കുറിച്ച് ചോദിക്കുകയാണ്, പറയുകയാണ്, വകാനൽ ഇൻസാനു കഫൂറ, നന്ദികെട്ടവനാണ് മനുഷ്യൻ. എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അവരെ രക്ഷപ്പെടുത്തിയപ്പോഴേക്കും പിന്നീട് ഇതാ വീണ്ടും ശിർക്ക് ചെയ്യുന്നവരായി മാറുന്നു. മനുഷ്യൻ നന്ദികെട്ടവൻ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ കൂടി സമാനമായി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ലിയക്ഫുറൂ ബിമാ ആതൈനാഹും, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള അനുഗ്രഹമുണ്ടല്ലോ, നിങ്ങളെ നാം മരണക്കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്.
ആ രക്ഷപ്പെടുത്തിയതിന് ശേഷവും നിങ്ങൾ കുഫർ ചെയ്യുകയാണ്, നന്ദികേട് കാണിക്കുകയാണ്. നിങ്ങൾ സുഖം അനുഭവിക്കുക. നിങ്ങൾ അനുഭവിച്ചോ, എന്നിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം, വഴിയെ നിങ്ങൾ അറിഞ്ഞുകൊള്ളും. നിങ്ങൾ ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുശ്രിക്കുകളെ കുറിച്ച് ഉദ്ദേശിച്ചാണ് ഈ ആയത്തെങ്കിലും ഖിയാമത്ത് നാൾ വരേക്കുമുള്ള നന്ദികെട്ട മനുഷ്യരുടെ സ്വഭാവമായി കൃത്യമായി ഈ ആയത്തിൽ കൂടി പ്രതിപാദിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ് ഈ ആയത്ത്. ലോകത്ത് വളരെ കുറഞ്ഞ ആൾക്കാരുടെ ബാക്കി എല്ലാവരും മതവിശ്വാസികളാണ്, ദൈവവിശ്വാസികളാണ്. വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ, അങ്കുലി പരിമിതമാണവർ. ബഹുഭൂരിപക്ഷം ആൾക്കാരും ദൈവവിശ്വാസികളാണ്. ആ അള്ളാഹുവിനെ അറിഞ്ഞ ഒരു സമൂഹം. എന്നാൽ ആ റഹ്മാനായ റബ്ബിന് പൂർണ്ണമായും സമർപ്പിക്കപ്പെടാത്ത, അള്ളാഹുവിന്റെ സവിശേഷമായ സിഫത്തുകളെ അംഗീകരിക്കാത്ത ചിലർ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. ഇന്നും അതിൽ പ്രമുഖരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. ഈ ആയത്തുകളൊക്കെ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. മരിക്കാൻ പോകുമ്പോഴേക്കും മുന്നിൽ ഇനി അള്ളാഹു മാത്രം എന്ന് മനസ്സിലാക്കുകയും റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്തിരുന്നവർ അബീജഹലാണ്. അതാണ് അബീജഹലിന്റെ മകൻ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിജയിച്ചടക്കിയ സമയത്ത് പ്രവാചകരെയും സ്വഹാബാക്കളെയും ഭയന്നുകൊണ്ട് മക്ക വിട്ടോടിപ്പോയ സംഭവം പ്രസിദ്ധമാണ്. ഇനി മക്കയിൽ നിന്നാൽ പ്രവാചകന്റെ അനുയായികൾ നമ്മെ വധിച്ചു കളയും എന്നുള്ള ആ ഒരു ഭയം കാരണം ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു, ആദ്യം അദ്ദേഹം മുശ്രിക്കായിരുന്നുവല്ലോ, കപ്പലിൽ കൂടി അവർ രക്ഷപ്പെടുവാൻ ഒരു പരിശ്രമം നടത്തി. അങ്ങനെ കപ്പലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും ഇതുപോലെ പ്രതികൂല കാലാവസ്ഥയായപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, ഇനി അള്ളാഹുവിനെ മാത്രം വിളിക്കണം. നിങ്ങൾ കരയിൽ വെച്ചുകൊണ്ട് അള്ളാഹ് അല്ലാത്ത ഒരുപാട് ശക്തികളെയും ഒരുപാട് മഹാന്മാരെയും വിളിച്ചിരുന്നുവല്ലോ, അവരെ നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിക്കണമെന്ന് കപ്പിത്താൻ പറയുമ്പോഴേക്കും ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നെ എന്തിനാ മക്ക വിട്ടു പോകേണ്ട കാര്യം? കരയിലും കടലിലും വെച്ചുകൊണ്ട് അള്ളാഹനെ മാത്രം പറയണമെന്ന ആമിന ബീവിയുടെ മകന്റെ വാക്ക് എന്തുകൊണ്ട് നമുക്ക് അവഗണിക്കാൻ സാധിക്കും? അതുകൊണ്ട് എന്നെ കരയിലേക്കൊന്ന് രക്ഷപ്പെടുത്തണം. ഞാൻ കരയിൽ ചെന്നാൽ മുഹമ്മദിന്റെ അനുയായിയായി ഞാൻ ജീവിക്കാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത് ചരിത്രമാണ്. അങ്ങനെയുള്ള മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ അവർ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ റഹ്മാനായ റബ്ബിന്റെ സവിശേഷമായ ഒരു സിഫത്തിനെ അവർ നിഷേധിച്ചിരുന്നു. അർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബ്, കാരുണ്യവാനാണ് അള്ളാഹു എന്നുള്ള സവിശേഷമായ ആ ഒരു ഇസ്മിനെ അവർ നിഷേധിച്ചിരുന്നു. നമുക്കറിയുമല്ലോ ഹുദൈബിയ സന്ധിയുടെ ആ പശ്ചാത്തലം. സുഹൈൽ ഇബ്നു അംർ പ്രവാചകരോട് പറയുകയാണ്, മുശ്രിക്കിന്റെ നേതാവാണ് സുഹൈൽ ഇബ്നു അംർ, അല്ല മുഹമ്മദെ നമുക്ക് കരാർ എഴുതണ്ടേ? അതെ എഴുതാം. അലിയാരോട് പറയുകയാണ്, എഴുതൂ അലിയ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതൂ. എഴുതിയപ്പോൾ സുഹൈൽ ഇബ്നു അംർ പ്രവാചകരോട് ചോദിക്കുകയാണ്, അല്ല ഏതാണ് ഈ റഹ്മാൻ? അങ്ങനെയെങ്കിൽ നമുക്ക് തർക്കമില്ലല്ലോ നമുക്ക്. എഴുതുക ബിസ്മിക അല്ലാഹുമ്മ, റഹ്മാനായ അള്ളാഹുവിനെ ഞങ്ങൾക്ക് അറിയില്ല. യമാമയിലുള്ള ഒരു റഹ്മാനെ ഞങ്ങൾക്കറിയാം. അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ഞങ്ങൾക്ക് അള്ളാഹു റഹ്മാനാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല, കാരുണ്യവാനാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ട് ബിസ്മിക അല്ലാഹുമ്മ എന്നെഴുത്, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നെഴുത്. പ്രവാചകർ തിരുത്തുകയാണ്, അലി എഴുതുക ബിസ്മിക അല്ലാഹുമ്മ. ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 30-ാമത്തെ ആയത്തിൽ ഹും യക്ഫുറൂന ബിർറഹ്മാൻ, അല്ലാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു മുശ്രിക്കുകൾ.
അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു അവർ. പക്ഷെ റഹ്മാൻ ആ സിഫത്തിൽ അവർ നിഷേധിച്ചു. അതുകൊണ്ടാണ് മധ്യവർത്തികളെ അവർ സ്വീകരിച്ചത്. പാപികളായ ഞങ്ങൾക്ക് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുവാനുള്ള അർഹതയില്ല, അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ ഞങ്ങൾ ഇടയാളന്മാരാക്കി വയ്ക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മധ്യവർത്തികളോട് ഞങ്ങൾ തേടും. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അങ്ങനെയുള്ള റബ്ബിന് ഇഷ്ടപ്പെട്ടവരാണ്. അവരിൽ കൂടി അള്ളാഹുവിലേക്ക് കടക്കാം എന്നുള്ള മിഥ്യാധാരണ വച്ച് പുലർത്തിയിരുന്നവരാണ് മുശ്രിക്കുകൾ. എന്തുകൊണ്ട്? കാരുണ്യവാൻ എന്ന ആ ഒരു സിഫത്ത് അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ സിഫത്തിനെ അംഗീകരിക്കുന്നവർ തന്നെ ഈ തലത്തിലേക്ക് പോയിരിക്കുകയാണ്. മധ്യവർത്തികളെ സ്വീകരിക്കുന്ന സമൂഹത്തിന്റെ മുഴുവൻ മൗലികമായിട്ടുള്ള അവരുടെ വിശ്വാസം എന്താണ്? നമ്മളൊക്കെ പാപികളാണ്, നേരിട്ട് റബ്ബിനോട് ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകില്ല, നമുക്കൊരു ഇടയാളന്റെയും മധ്യവർത്തിയുടെയും ആവശ്യമുണ്ട്. മുശ്രിക്കുകളുടെ അതേ സ്വഭാവം വച്ചു പുലർത്തുന്ന മുസ്ലിം സമൂഹത്തിലെ സിംഹഭാഗം. അതുകൊണ്ടാണ് മക്ക മുശ്രിക്കുകളെ കുറിച്ചുള്ള വിശ്വാസത്തിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് നാം പലവരും മനസ്സിലാക്കിയതാണ്. അന്നഹു മതാ മാത മിൻഹും റജുലുൻ കബീറുൻ യഅതഖദൂന ഫീഹി അന്നഹു മുജാബു ദഅവതി വമഖബൂലു ശഫാഅത്തി ഇൻദല്ലാഹ്. മക്കയിലെ മുശ്രിക്കുകളിൽ ഒരു മഹാൻ മരിച്ചാൽ, വലിയ മരിച്ചാൽ, ആ മരിച്ചയാൾക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നുള്ള വിശ്വാസം കൊണ്ടായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ മധ്യവർത്തികളെ സ്വീകരിച്ചിരുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് വിശ്വാസികളെ നന്ദികേട് കാണിക്കുക എന്നുള്ളത്. മനുഷ്യർക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ട് ആ അനുഗ്രഹം എന്തെങ്കിലും പിടിച്ചു വച്ചാൽ, അതിനെ ഊരപ്പെട്ടാൽ പിന്നെ നന്ദികെട്ട വർഗമായി മാറും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 9-ാമത്തെ ആയത്ത്. വലയിൻ അദഖനൽ ഇൻസാന മിന്നാ റഹ്മതൻ സുമ്മ നസഅനാ മിൻ. അള്ളാഹു എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം ചെയ്തു കൊടുക്കും മനുഷ്യർക്ക്, എന്നിട്ട് അള്ളാഹു അതിനെ ഊരിക്കളയുമെന്നാണ്. ആ അനുഗ്രഹത്തെ അള്ളാഹു എടുത്തു കളയുമ്പോൾ ഇന്നഹു ലയഊസുൻ കഫൂർ, നന്ദികെട്ടവനായി മാറുകയാണ് മനുഷ്യൻ, നന്ദികെട്ടവനായി മാറുകയാണ്. ഇനി എന്ത് ഇസ്ലാം, ഇനി എന്ത് തൗഹീദ്, ഇനി എന്ത് റബ്ബ്, ഇനി എന്ത് ഇസ്ലാം എന്നും പറഞ്ഞുകൊണ്ടുള്ള നന്ദികേടിന്റെ വാക്കുകൾ അവർ ഉരുവിടുന്നതായി വിശുദ്ധ ഖുർആൻ. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 11-ാമത്തെ ആയത്ത്. ഇത് ചില മുനാഫിക്കുകൾക്ക് ഇറങ്ങിയ ആയത്താണ് എങ്കിലും ഖിയാമത്ത് നാൾ വരേക്കും ഇത്തരം മനുഷ്യന്മാരുണ്ടാകുമെന്ന് മുഫസ്സിരീങ്ങൾ പറയുകയാണ്. ചില മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ച് അല്ലാഹ് പറയുകയാണ്, വമിനന്നാസി മൻ യഅ്ബുദു അലാ ഹർഫിൻ. ഒരു വക്കത്തിരുന്നുകൊണ്ട്, ഒരു ഓരത്തിരുന്നുകൊണ്ട് ദൃഢതയില്ലാത്ത ചില മനുഷ്യർ, ഈമാനിൽ അടിയുറച്ച വിശ്വാസമില്ലാത്ത ചില മനുഷ്യർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. നോമ്പ്, സക്കാത്ത്, നമസ്കാരം, അതുപോലെയുള്ള ഇബാദത്തുകൾ അവർ ചെയ്യുമെന്നാണ്. ആരാണവർ? അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, എന്നാൽ ദൃഢതയില്ല, ഈമാനിൽ പരിപൂർണതയില്ല, ഒരു കാപഢ്യ മനസ്സുകളുമായിട്ട് അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. അലാ ഹർഫിൻ, ഒരു ഓരത്തിരുന്നുകൊണ്ട്. അങ്ങനെ ചെയ്യുന്ന ഇബാദത്തുകൾ ചെയ്യുന്ന ചില മനുഷ്യർ, ഫഇൻ അസാബഹു ഖൈറുൻ തുമഇന്നഹു, ഫഇൻ അസാബഹു ഖൈറുൻ തുമഇന്ന ബിഹി. എന്തെങ്കിലുമൊക്കെ അവർക്ക് അള്ളാഹ് ഒരു ഖൈർ കൊടുത്താൽ സമാധാനമടയും. ആ അള്ളാഹ് നമ്മെ പരിഗണിച്ചു. വഇൻ അസാബതുഹു ഫിത്നത്തുൻ ഇൻഖലബ അലാ വജ്ഹിഹി. എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം കൊടുത്താൽ പിന്നെ എന്ത് നമസ്കാരം, എന്ത് നോമ്പ്, എന്ത് അള്ളാഹ്, പിന്നെ അവന്റെ പാട്ടിന് പോകുമെന്നാണ്. ചില മുനാഫിക്കുകളെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. പരലോകവും ദുനിയാവും പരാജയപ്പെട്ടിരിക്കുന്നു, വ്യക്തമായ പരാജയമടഞ്ഞിരിക്കുന്നു അവർ. ഈ ആയത്ത് ഇറങ്ങുവാനുണ്ടായ ഒരു സബബ് നുസൂലുണ്ട്, ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചു, ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചു. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു.
അദ്ദേഹത്തിൻ്റെ മക്കൾ മരിച്ചുപോയി. എങ്ങനെയായിരിക്കും ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ? എങ്ങനെയായിരിക്കും? അദ്ദേഹം മുർത്തദ്ദായിപ്പോയെന്നാണ്. ഇതാണോ ഇസ്ലാം? ഇതാണോ മതം? ഇതാണോ മതം? ഫഇൻ അസബ്നാ ഖൈറൻ അറഫ്നാ അന്നഹുൽ ഹഖ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഖൈർ വന്നാൽ നല്ല മതമാണ് ഇസ്ലാം, സത്യസന്ധമായ ആദർശമാണ് ഇസ്ലാം. വഇൻ അസബ്നാ ഗൈറ ദാലിക്, വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ അവനെ ബാധിച്ചാൽ അറഫ്നാ അന്നഹുൽ ബാത്തുൽ, ഞങ്ങൾക്കറിയാം ഇത് ശരിയല്ല, ഈ മതം ബാത്തുലാണ്, ഈ ആദർശം ശരിയല്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. അവർക്ക് ദൃഢതയില്ല, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അവർക്കില്ല. നന്മ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ വിശ്വാസദാർഢ്യവും സേവന സന്നദ്ധതയും ആ മനുഷ്യനിലുണ്ടാകും. അത് പ്രാസ്ഥാനികമായും ശരി തന്നെ. എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ഇന്നലെ വരെ ആദർശപരമായിട്ട് ഉന്നതിയിലായിരുന്ന ആ പ്രസ്ഥാനത്തെ തകർക്കുവാനായിട്ടുള്ള പല പണികളും അവനെടുക്കും. എന്തേ? ഇന്നലെയുള്ള സ്ഥാനം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആ പ്രസ്ഥാനത്തെ തന്നെ പിളർത്തിക്കളയും. എന്തുകൊണ്ട്? അധികാരം നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു മനുഷ്യന്റെ ഒരു ആർത്തിയാണ്, പൊതു സ്വഭാവമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അവൻ നിരാശനാവുകയാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞുവല്ലോ, ഫീ കുല്ലി യൗമിൻ യബ്തദീക ബിനിഅമത്തിൻ മിൻഹു വഅൻത ലിശർരി ദാക മുളീഉ. ഓരോ ദിവസവും അവൻ അല്ലാഹുവിൻ്റെ അനുഗ്രഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ അവന് അവന് ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തിന് പോലും നന്ദി കാണിക്കുവാൻ പറ്റാത്ത മനുഷ്യ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ചോദിക്കുകയാണ്. അള്ളാഹു അവന് നൽകിയിട്ടുള്ള ആ ശുക്റിന് നന്ദി പറയുവാനുള്ള ഒരു നാവ് അള്ളാഹു എടുത്തു കളയുകയാണ്. ഏറ്റവും വലിയ നിക്ഷേപം ഏതാണെന്ന് പ്രവാചകർ പഠിപ്പിച്ചപ്പോൾ 1/4 അള്ളാഹുവിനെ നന്ദിയോടെ സ്മരിക്കുന്ന നാവ് എന്നാണ്. പിന്നെ ഖൽബുൻ ഷാക്കിറുൻ, നന്ദിയോടുകൂടി സ്മരിക്കുന്ന അവൻ്റെ ഹൃദയം. ഇതൊക്കെ റഹ്മാനായ റബ്ബ് അവന് നൽകുന്ന നന്ദിക്ക് അവൻ ശുക്ർ ചെയ്യേണ്ടതിന് വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ഒരു മനുഷ്യന്റെ കഥ കുറച്ചു കാലം മുമ്പ് നാം പത്രങ്ങളിൽ വായിച്ചതാണ്. കോഴിക്കോട് ജില്ലയിൽ കെട്ടിടപ്പണിയിൽ നിൽക്കുന്ന ആ മനുഷ്യൻ താഴേക്ക് വീണു. അദ്ദേഹത്തിന്റെ നട്ടെല്ല് പൊട്ടിപ്പോയി. 13 വർഷം ഒരേ കിടക്കയിലാണ്. സുഖവിവരം അറിയാണ്ട് ഒരാൾ ചോദിച്ചു അത്ര, എങ്ങനെയുണ്ട് നിന്റെ ഹാൽ? ആ മനുഷ്യൻ പറയുകയാണ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സർവസ്തുതിയും, അവനെ ഇബാദത്ത് ചെയ്യുവാൻ ശിഷ്ടജീവിതമുണ്ടല്ലോ എന്ന് റബ്ബിനെ സ്തുതിക്കുന്ന ആ നാവ്. അതാണ് വിശ്വാസികളെ ഒരു മനുഷ്യന് വേണ്ടത്. കുതിരയുടെ നന്ദി പോലുമില്ലാത്ത മനുഷ്യനെ എടുത്തുദ്ധരിക്കുകയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആദിയാത്തിൽ. കിതച്ചുകൊണ്ട് ഓടുന്നവയെ തന്നെ സത്യം, തീ പൊരി പാറിപ്പിക്കുന്നവ തന്നെ സത്യം, ശത്രു സംഘത്തിൽ പ്രഭാതത്തിലേക്ക് കടന്നു കയറി ആ അക്രമികളെ തകർത്തിടുന്നവയെ തന്നെ സത്യം, പൊടിപടലങ്ങളെ ഇളക്കി വിടുന്നവയെ തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായും മനുഷ്യൻ നന്ദി കെട്ടവനാണ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ 1400 വർഷം മുമ്പ് പഠിപ്പിച്ച ആ ഒരു ഉദാഹരണം എത്ര ഫിറ്റാണ്. ഒരു കുതിരയെ ഉദാഹരണപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ്. ഒരു യജമാനനോട് നന്ദി കാണിക്കുന്ന പ്രകടനം പ്രഭാതത്തിൽ പൊടിപടലങ്ങൾ പാറിപ്പിച്ചുകൊണ്ട് അക്രമികളുടെ സംഘത്തിലേക്ക് സ്വന്തം ജീവനെ തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് അക്രമിയെ വധിച്ചു കളയുവാനോ നശിപ്പിക്കുവാനോ പൊടിപടലങ്ങൾ പാറിപ്പിച്ചുകൊണ്ട് ആ കുതിര ഓടുകയാണ്. എന്തുകൊണ്ട്? ആ യജമാനന് നന്ദി കാണിക്കുകയാണ്. എന്നിട്ടും മനുഷ്യ, എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ടും നീ എനിക്ക് നന്ദികേട് കാണിക്കുന്നുവല്ലോ എന്ന് റഹ്മാനായ റബ്ബ് ചോദിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആദിയാത്ത്.
പ്രവാചകന്മാർ പഠിപ്പിച്ച റഹ്മാനായ റബ്ബിനെ മറന്നുപോയ ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റിലും കാണുന്നത്. ഫിർഔന്റെ കൊടും പീഡനത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ റഹ്മാനായ റബ്ബിനോട് ചോദിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന സൂറത്തുൽ അറാഫിലെ 151-ാമത്തെ ആയത്തിൽ റബ്ബിഗ്ഫിർ ലീ വലി അഖീ, പൊറുത്തുതാ അല്ലാഹ് എനിക്കും എൻ്റെ സഹോദരനും, വഅദ്ഖിൽനാ ഫീ റഹ്മതിക വഅൻത അർഹമുർ റഹീമീൻ. വിശുദ്ധ ഖുർആനിൽ അർഹമുർ റഹീമീൻ എന്നുള്ള പ്രയോഗം 4 സ്ഥലങ്ങളിൽ കാണാം. 4 പ്രവാചകന്മാർ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തുന്ന ഈ ആയത്ത്. 2 യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ കാണാതെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹു എൻ്റെ മകനെ നല്ലവണ്ണം കാത്തു സൂക്ഷിക്കുന്നവനാണ്. കാരണം വഹുവ അർഹമുർ റഹീമീൻ, അവൻ കരുണ ചെയ്യുന്നവരിൽ വച്ച് ഏറ്റവും കൃപയുള്ളവനാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അതേ അധ്യായത്തിലെ 92-ാമത്തെ ആയത്തിൽ തെറ്റ് ചെയ്ത സഹോദരങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ആ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുത്തുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, സഹോദരങ്ങളെ ഇന്ന് നിങ്ങളോട് എനിക്കൊരാക്ഷേപവുമില്ല, യഗ്ഫിറുല്ലാഹു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവോട് പൊറുക്കലിനെ തേടുന്നു, വഹുവ അർഹമുർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ വച്ച് ഏറ്റവും കൃപയുള്ളവനാണ് എൻ്റെ റബ്ബ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് അവസാനത്തേതും 4-ാമത്തേതും, അർഹമുർ റഹീമീൻ. നമുക്കറിയാം ആ ചരിത്രം. 12 വർഷക്കാലം ഒരു വ്യാഴവട്ടക്കാലം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഒരു പായക്കിടക്കയിൽ കിടന്നുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, ദുരിതം ബാധിച്ചു അല്ലാ, പ്രയാസത്തിലാണ് റബ്ബേ, എന്നെ നീ കരകയറ്റണം അല്ലാ, അർഹമുർ റഹീമീനാണെന്ന് പ്രാർത്ഥിക്കുന്ന മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വാസികളോട് റഹ്മാനായ റബ്ബ് ചോദിക്കുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, ഒരുപാട് തെറ്റുകൾ ചെയ്ത എൻ്റെ അടിയാറുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ എന്തിനാ നിരാശപ്പെടുന്നത്? ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് കരുണ ചെയ്യുവാൻ, ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് കൃപ ചെയ്യുവാൻ. എന്തിനാ നിങ്ങൾ നിരാശപ്പെടുന്നത്? എന്നോട് നിങ്ങൾ തേടൂ, എന്നോട് പ്രാർത്ഥിക്കൂ, എന്നോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അടിയാറുകളെ വിളിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് ചോദിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിലെ 53-ാമത്തെ വചനമാണ്. വിശ്വാസികളെ, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഇതിനേക്കാളും വേറെ ഏതായത്താ നമുക്ക് ഖുർആനിൽ പരാമർശിക്കുവാൻ സാധിക്കുക? അർഹമുർ റഹീമീൻ. പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് പ്രവാചകന്മാർ അള്ളാഹുവിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് അർഹമുർ റഹീമീൻ. അവർക്ക് മുൻകഴിഞ്ഞു പോയ എത്രയോ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഒരാളെ വിളിച്ചുകൊണ്ടും ആരുടെയും ഹക്ക് ജാഹു ബർക്കത്ത് തേടിയില്ല സഹോദരങ്ങളെ. ഒരു ഉത്സവങ്ങളും അവിടെ കൊണ്ടാടിയില്ല, ഒരു ചന്ദനക്കുടവും അവർ ആഘോഷിച്ചില്ല, ഒരു കൊടിയേറ്റവും അവർ നേർന്നിട്ടില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹനെ മനസ്സിലാക്കാത്ത ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. റബ്ബിനെ കുറിച്ച് അറിയുക, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുന്നതിൽ നിന്നും വ്യതിയാനം സംഭവിച്ച സമൂഹം ഷിർക്കിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അള്ളാഹു അവർക്ക് കരുണ ചെയ്യുകയാണ്. അതാണ് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തിന്റെ പ്രത്യേകത. അള്ളാഹിന്റെ റസൂല് പറയുകയാണ്, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നവൻ ആരെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നവൻ ആരെന്നറിയുമോ സഹാബാക്കളെ? ലാ അഹദ അസ്ബറ അലാ അൻ യസ്മഉ മിനല്ലാഹി അസ്സ വജല്ല. ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കുന്നു റഹ്മാനായ റബ്ബ്. അവന് യോജിച്ചതല്ലാത്ത എത്രയോ വാക്കുകൾ ജനങ്ങൾ വിശ്വസിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നഹു യുശ്റകു ബിഹി, അവനിൽ ഷിർക്ക് ചേർക്കുകയാണ്. നോക്കൂ, പരിശുദ്ധനായ റബ്ബ് സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, ആ ഷിർക്കിൽ നിന്നെല്ലാം മോചിതനാണ് റബ്ബ്. എന്നിട്ടും അടിയാറുകൾ അള്ളാന്റെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടും ആ റബ്ബിൽ ഷിർക്ക് ചെയ്തുകൊണ്ടും ഇതെല്ലാം അറിഞ്ഞും കേട്ടും റഹ്മാനായ റബ്ബ് അവർക്ക് ക്ഷമിക്കുകയാണ്.
വയുജഅലു ലഹുൽ വലദ്, ആ അള്ളാഹുവിന് ആൺകുട്ടികളുണ്ട് എന്ന് അവർ സ്ഥാപിക്കുകയാണ്. എന്നിട്ടോ സുമ്മ ഹുവ യുആഫീഹിം വയർസുഖുഹും വയുഅതീഹിം, ഇത്രയും കൊടും ക്രൂരത ചെയ്തിട്ട് പോലും, അള്ളാഹുവിൽ ശിർക്ക് ചെയ്തിട്ട് പോലും അവർക്കിതാ അല്ലാഹു തആല റിസ്ക് നൽകുകയാണ്, ആഫിയത്ത് കൊടുക്കുകയാണ്, ചോദിക്കുന്നതൊക്കെ നിറവേറ്റുകയാണ്. അള്ളാഹു ചെയ്യുന്ന കാരുണ്യമുണ്ടല്ലോ, ഈ ഉമ്മത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യം എന്താണെന്നറിയുമോ? മറ്റുള്ള പ്രവാചകന്മാരുടെ ഉമ്മത്തുകൾക്ക് ചെയ്യാത്ത മഹത്തായ കാരുണ്യമെന്ന് പറയുന്നത് അടിയാറുകൾ ചെയ്യുന്ന തെറ്റിന് അപ്പടി ഭൂമിയിൽ വെച്ചുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കുകയില്ല. അത് ഈ പ്രവാചകന്റെ സമുദായത്തിന് അള്ളാഹു നൽകിയ ഒരു ഇളവാണ് എന്ന് നമുക്ക് ഹദീസിൽ കാണാം. അങ്ങനെയെങ്ങാനും ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് ഉടനടി ശിക്ഷ ലഭിക്കുമായിരുന്നുവെങ്കിൽ ഭൂമുഖത്ത് ഒരു മൃഗം പോലും ബാക്കി ഉണ്ടാവുകയില്ല. അള്ളാഹു ഖുർആനിൽ പറയുക, സൂറത്തുൽ ഫാത്തിറിലെ 45-ാമത്തെ ആയത്ത്, വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിമാ കസബു മാ തറക അലാ വഹരിഹാ മിൻ ദാബത്തിൻ, മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് ഉടനടി പിടിക്കുമായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരു ജീവി പോലും കാണുകയില്ല. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, അള്ളാഹു ഉദ്ദേശിച്ച അജല് എത്തുന്നത് വരെ, അതുവരെ ഉണ്ടാകും. ഇപ്പം നാം കണ്ടില്ലേ സഹോദരങ്ങളെ, എന്ത് സങ്കടകരമാണ് നമ്മുടെ മുസ്ലിം സമുദായം. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ CM മടവൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞു പോലും അനല്ലാഹ്, ഞാനാണ് അല്ലാഹ്, അദ്ദേഹം പറഞ്ഞുവെന്ന് അവരുടെ മുരീദന്മാർ പറയുകയാണ്. അതിനെ വലിയ അഭിമാനത്തോടുകൂടി പറയുകയാണ്, ഷെയ്ഖ് മടവൂർ അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചില പാട്ടിൽ കൂടി ചില വരികൾ നിങ്ങൾ കേട്ടത് സഹോദരങ്ങളെ, കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ്. എന്താണ് അവർ പാടിയത്? മടവൂരാരാ പടച്ചോനാണെന്ന് ചോദിച്ചവരോട് നീ ചൊല്ല്, അതെ അതെ അത് മടവൂരാണ്, ഞങ്ങളെ പടച്ചോൻ മടവൂരാ. നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഇതെല്ലാം കേട്ടുകൊണ്ടും നീ ക്ഷമിക്കുന്നുവല്ലോ റബ്ബേ, നീ എത്ര കാരുണ്യവാനാണ് റബ്ബേ. സ്വയം വിളിച്ചു പറയുകയാണ്, മടവൂരാണ് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ പടച്ചവൻ, അത് മടവൂര് തന്നെ പറഞ്ഞിട്ടുണ്ട്, അനല്ലാഹ്. ഇതെല്ലാം കേട്ടിട്ടും അതാണ് പ്രവാചകൻ പറഞ്ഞത്, ലാ അഹദ അസ്ബറു അലാ അൻ യസ്മഉ മിനല്ലാഹി അസ്സ വജല്ല. ഈ കുത്തുവാക്കുകളെല്ലാം അല്ലാഹ് കേൾക്കുന്നുവല്ലോ, എന്നിട്ടും അവർക്ക് ആഫിയത്ത് കൊടുക്കുകയാണ്, അവർക്ക് റിസ്ക് കൊടുക്കുകയാണ്, അവർ നന്നായി ജീവിക്കുകയാണ്. ഏറ്റവും പുതിയ പറയുകയാണ് ഈ മടവൂരിനെ കുറിച്ച്, ഈ ജാഹിലുകൾ പറയുകയാണ്. എന്താണ് പറയുന്നതെന്ന് അറിയുമോ? 313 ബദരീങ്ങൾക്ക് ഞാൻ ഒരാൾ മതി എന്ന് മടവൂര് പറഞ്ഞു പോലും. ഏറ്റവും പുതിയ പാട്ടാണ്. അതിനെ വിമർശിക്കുവാൻ ആ സമസ്തക്കാർ തന്നെ രംഗത്ത് വരികയാണ്, ഉടൻ തന്നെ രംഗത്ത് വരിക. കാരണം അതിനെ എതിർക്കുന്നത് മുവഹിദീങ്ങളാകുന്നതിന് മുമ്പ് നമ്മൾ അതിനെ എതിർക്കണം. വളം വെച്ചു കൊടുത്തതാരാ? ഈ CM മടവൂരിനെ കുറിച്ച് തന്നെ അദ്ദേഹത്തിനൊരു പുസ്തകം, അദ്ദേഹത്തിന്റെ ആത്മകഥ CS സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 39-ാമത്തെ പേജിൽ അവരെ കുറിച്ച് പറയാ, അള്ളാഹു കേൾക്കുന്നത് പോലെ, അള്ളാഹു കാണുന്നത് പോലെ, അള്ളാഹു ഇടപെടുന്നത് പോലെ CM മടവൂരും ഇടപെടും, കേൾക്കും, കാണും. നഊദു ബില്ലാഹ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുവാൻ സാധിക്കുന്നത്. ഇസ്ലാമിൽ നിന്നും മുർത്തദ്ദായി പോകുന്ന വാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും റഹ്മാനായ റബ്ബ് അവർക്ക് കാരുണ്യം നൽകുന്നുവല്ലോ എന്നുള്ള ആശ്വാസം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ഖബറുകളിലേക്ക് കാരുണ്യത്തിന് വേണ്ടി തേടിപ്പോകുന്ന മതവിശ്വാസികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. അതങ്ങനെ തന്നെയാണ് സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഖിയാമത്ത് നാൾ വരുന്ന സമയത്ത് അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന ഒരാൾ പോലും ഉണ്ടാവുകയില്ല. ശിർക്ക് വ്യാപകമാകുന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ നാം അറിയണം, അത് വർദ്ധിച്ചുകൊണ്ടേ വരും. രക്ഷപ്പെടുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ആ ശിർക്കിൽ നിന്നും രക്ഷപ്പെടണം. ഖബറുകളെ തേടിക്കൊണ്ട് ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി പോകുന്ന മുസ്ലിം സമുദായം, തീർത്ഥാടനത്തിനായി
ടൂർ എന്നുള്ള പേരിൽ കുടുംബത്തോടൊപ്പം പോകുന്ന മുസ്ലിം സമുദായം ഏതെങ്കിലും ഖബറെന്ന് കാണുമ്പോഴേക്കും ഇത് വലിയന്റെ ഖബറാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ആണ്ടുകളും നേർച്ചകളും ഉത്സവങ്ങളും ആഘോഷിച്ചുകൊണ്ട് അവിടെ തീർത്ഥാടന കേന്ദ്രമാക്കിക്കൊണ്ട് കഴിഞ്ഞ ഖുത്ബയിൽ നാം പറഞ്ഞുവല്ലോ, പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന പോലും റബ്ബേ എൻ്റെ ഖബറിനെ നീ ആഘോഷ സ്ഥലമാക്കരുതേ എന്നുള്ള ആ വസിയ്യത്ത്, ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉത്സവ പറമ്പുകൾ, കണ്ടുകൊണ്ടിരിക്കുകയാണ് ചന്ദനക്കുടത്തിൻ്റെ ആഘോഷ തിമിർപ്പിൽ ലോകം പിന്നാലെ പോവുകയാണ്. ചരിത്രം, ദാനിയേൽ പ്രവാചകൻ, ഇസ്രായേൽ സന്തതികളുടെ ഒരു പ്രവാചകനായിരുന്നു ദാനിയേൽ അലൈഹിമുസ്സലാത്തു വസ്സലാം. അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു ഒരു നാടിന്റെ ഗവർണറായിരുന്നു. മദീനയിലുണ്ടായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതുകയാണ്. എന്താണ് ആ കത്ത്? ഒരു പള്ളി വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഴിക്കുന്ന സമയത്ത് അവിടെ ഒരു മയ്യിത്തിനെ കിട്ടി. ആ മയ്യിത്താകട്ടെ ജീർണതകളൊന്നും ബാധിച്ചില്ല, കേടുപാടുകളൊന്നും ബാധിച്ചില്ല. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു മഹാനായ ഗവർണർ, മഹാനായ ഖലീഫയ്ക്ക് കത്തെഴുതി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കത്ത് മറുപടി എന്താണ്? ആ മറുപടിയിൽ എഴുതിയത്, ഇന്ന ഹാദാ നബിയ്യും മിനൽ അംബിയാ, ഇത് അംബിയാക്കന്മാരിൽപ്പെട്ട ഒരു നബിയാണ്. വന്നാറു ലാ തഅകുലുൽ അംബിയാ, തീ തിന്നുകയില്ല അംബിയാക്കന്മാരുടെ ശരീരത്തെ. വൽ അർളു ലാ തഅകുലുൽ അംബിയാ, ഭൂമി തിന്നുകയില്ല അംബിയാക്കന്മാരുടെ ശരീരത്തെ. അത് പ്രവാചകനാണ്, ഇസ്രായേലിലെ സമൂഹത്തിനുള്ള ഒരു പ്രവാചകനാണ്, ദാനിയേൽ പ്രവാചകനാണെന്ന് സ്വഹാബികൾക്ക് ബോധ്യപ്പെടുകയാണ്. എന്നിട്ട് കത്തിൽ വീണ്ടും എഴുതുകയാണ്, നിങ്ങൾ ആ മയ്യത്തിനെ മറവ് ചെയ്യണം. മയ്യത്തിനെ മറവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ലാ യഅലമുഹു അഹദുൻ ഗൈറു. ഇത് ഒരു പ്രവാചകന്റെ മയ്യത്തിന്റെ ഖബറാണെന്നൊരു മനുഷ്യനും അറിയുവാൻ പാടില്ല, ഒരു മനുഷ്യനും അറിയുവാൻ പാടില്ല. അവസാനം അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹുവും കുറഞ്ഞ സഹാബാക്കളും പകൽ സമയത്ത് സ്വഹാബികൾ പലരും കണ്ടു നിൽക്കെ, അവിടെയുള്ള പലരും കണ്ടു നിൽക്കെ 13 ഖബർ കുഴിച്ചുവെന്നാണ്. എന്നിട്ട് രാത്രിയായപ്പോൾ ആ 13 ഖബറിൽ ഒരു ഖബറിൽ ദാനിയേൽ പ്രവാചകന്റെ മയ്യിത്തിനെ മറവ് ചെയ്തു. പിന്നെ ആ മറ്റുള്ള ഖബറിനെയും മണ്ണിട്ട് മൂടി എന്നുള്ളത് ചരിത്രമാണ് വിശ്വാസികൾ. എന്തുകൊണ്ട്? അവർക്കറിയാം ഒരു പ്രവാചകന്റെ ഖബർ പിന്നീട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിനെ തീർത്ഥാടന കേന്ദ്രമാക്കുന്ന ഒരു സമൂഹമുണ്ടാകും. അതുകൊണ്ടാണ് ബറക്കത്ത് തേടിപ്പോയ ഒരു മരത്തിനെ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു മുരടോടുകൂടി പിഴുതെറിഞ്ഞു കളഞ്ഞത്. ചരിത്രം അറിയുമല്ലോ നമുക്ക്. ഖുർആനിൽ പരാമർശിച്ച ഒരു മരമാണ്. ആ മരത്തിന് ചില പ്രത്യേകതകളുണ്ട്, ബർക്കത്തുണ്ട് എന്ന് തേടിപ്പോയ ആ ഫിത്ന ഭയപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മരത്തിനെ വേരോടുകൂടി പിഴുതി എറിഞ്ഞ സംഭവം കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മുടെ മുസ്ലിം സമുദായം എന്തൊക്കെയോ സ്വപ്നം കാണുകയാണ്, അവിടെ ഒരു ഖബറുണ്ട്, അവിടെ ചില അനുഭവങ്ങളുണ്ട്, അവിടേക്ക് പോവുക 20 ദിവസം, അവിടെ പോവുക 10 ദിവസം. അങ്ങനെ ജനങ്ങൾ ഖബറായ ഖബറുകളിലൊക്കെ നെട്ടോട്ടം ഓടുകയാണ്. ഹിജ്റ 650 ലോകത്ത് ശ്രദ്ധേയമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ചെങ്കിസ് ഖാന്റെ പടയാളികൾ, തീർത്ഥാരികൾ, ചെങ്കിസ് ഖാന്റെ പടയാളികളായ താർത്താരികൾ മുസ്ലിം സമൂഹത്തെ മുഴുവനും കൊന്നൊടുക്കി കളഞ്ഞ ഷാമിലെയും ഇറാഖിലെയും സിറിയയിലെയും മുസ്ലിം ഭവനങ്ങളെയും മുസ്ലിം പള്ളികളെയും തകർത്ത് തച്ച് തരിപ്പണമാക്കിയ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹിജ്റ 650 ആ കാലഘട്ടത്തിൽ ചില ജനങ്ങളൊക്കെ മക്ബറകളെ തേടിപ്പോയി. ചരിത്രമാണ്. ആ പ്രയാസത്തിൽ നിന്നും അറുതി കിട്ടുവാൻ ചെങ്കിസ് ഖാന്റെ പട്ടാളം, താർത്താരികൾ ചെയ്തു വരുന്ന ക്രൂരതയ്ക്ക് ഒരു പരിഹാരം കിട്ടുവാനായി അവിടെ നിന്നും ചില മുസ്ലിമീങ്ങൾ ചില മഖബറകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നെട്ടോട്ടമോടുമ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, അയ്യുഹൽ ജാഹിലൂൻ, എവിടേക്കാ പോകുന്നത്? അള്ളാനെ വിട്ട് ഏത് കേന്ദ്രത്തിലേക്കാ പോകുന്നത്? ഇന്നും ചോദിക്കേണ്ട ശബ്ദമാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ നൊമ്പരങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ മനോവിധകൾ വരുമ്പോൾ എവിടേക്കാ പോകുന്നു മുസൽമാൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഴിഞ്ഞ മുസൽമാൻ
മുഹമ്മദ് റസൂലുള്ളാഹിക്ക് സാക്ഷ്യം വഹിച്ച മുസൽമാൻ ഏത് ഖബറിനെ തേടിയാ നീ പോകുന്നത്? നിന്നെ പടച്ച, നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നിന്റെ ഓരോ സ്പന്ദനങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, നിന്റെ ഹൃദയത്തിനുള്ളിലുള്ള ഓരോ മിടിപ്പ് പോലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ റബ്ബിനെ വിട്ടുകൊണ്ട് ഏത് വലിയെന്ന് പറയുന്നവരുടെ ഖബറിലേക്കാ നീ പോകുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ഹിജ്റ 650 ചോദിച്ച ചോദ്യം ഇന്നും പ്രസക്തമാണ് സഹോദരങ്ങളെ. തൗഹീദിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ ഗണ്യമായ ഒരു ചുറ്റുപാടിലാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറെയുണ്ട് നമ്മുടെ ദൗത്യം സഹോദരങ്ങളെ. അറിയുന്നവരോട് പറയേണ്ട ദൗത്യം, അറിയുന്നവരോട് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം. അള്ളാഹുവിൽ ഒരിക്കലും പങ്കുവയ്ക്കാൻ പാടില്ലാത്ത ഷിർക്കിൽ മുച്ചൂടും മുഴുകിയിരിക്കുന്ന ഈ സമൂഹത്തിനെ അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ ഓരോ മുസൽമാനും ഉണ്ടാകണം സഹോദരങ്ങളെ. അത്തരം മുവഹിദീങ്ങളിൽ റഹ്മാനായ റബ്ബ് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.